നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ബി ജെ പിയെ എതിർക്കാൻ സി ജെ പി. അപ്പോൾ നമ്മൾ കുട്ടികളെല്ലാം ഈ പേടിപ്പിക്കല്ലോ, മോനെ കോക്കാച്ചി ഉണ്ട്, കോക്കാച്ചി എന്ന് പറഞ്ഞ പോലെ കോക്രോച്ച് പാറ്റകളുടെ അവസ്ഥ പാറിപ്പറന്ന് ചെറിയൊരു വെളിച്ചെണ്ണയുടെ മയം തട്ടിയാൽ മതി ചിറകറ്റ് വീണ് മണ്ണിലേക്ക് അലിയുന്നതാണ്. ഇത്രയേ ഉള്ളൂ പാറ്റകൾക്ക്. ഞാൻ കുറേ ആളുകൾ നിങ്ങൾ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നോ, നിങ്ങൾ സംഘിയായോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സംഘിയുമല്ല. പക്ഷേ സി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ബി ജെ പിയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബി ജെ പിയെ എതിർക്കാൻ സി ജെ പി അല്ല, സി ജെ പിയെ എതിർക്കാൻ ബി ജെ പി ആവാം. പക്ഷേ ബി ജെ പിയെ എതിർക്കാൻ സി ജെ പി അല്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയൊരു മുന്നണി ഉണ്ടായിരുന്നു. ഈ രാജ്യത്തിൻ്റെ മൊത്തത്തിൽ ഉള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളുകൊണ്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല ബി ജെ പിയെ പേടിപ്പിക്കാൻ. പിന്നെയാണോ ഇനി ഈ കോക്കാച്ചി തവളക്ക് ഈ ഒരു പാർട്ടികൾക്കാണോ ഇനിയിപ്പോൾ ഇവർക്ക് പറ്റുക? കുറേ ആളുകൾ പാർട്ടികൾക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് എന്നോട് നീ ഏതാ പാർട്ടി? സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്തുണക്കുന്നു എന്ന് പറയും. അവർ പിന്തുണക്കും. ഇപ്പോൾ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ പലതിനും പിന്തുണക്കും. മുമ്പ് ഇത് ഇങ്ങനെ തന്നെയാണ്. ഇത് പിന്നീട് തിരുത്തി പറയുന്നൊരു കാലം നമുക്ക് കാണാം. ഇലക്ഷൻ്റെ സമയത്ത് സ്ഥാനാർത്ഥി നിർണയം പല ആളുകളും അപാകതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാം സുതാര്യമാണ്, എന്താ പറയേണ്ടത്, ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പറഞ്ഞിട്ട് അവസാനം അതെല്ലാം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ ഡി അക്രമവുമായി ബന്ധപ്പെട്ടിട്ട് സഖാവ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ഡൽഹിയിൽ കോപ്രായം കാണിച്ച ആളാണ്. ഇപ്പോൾ അത് അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും വ്യത്യസ്തമായ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് സി ജെ പി രാജ്യത്തിന് ആപൽക്കരമാണ്. രാഷ്ട്രീയം രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയാണ്, രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇതിനൊരു രാഷ്ട്രീയ സ്വഭാവമില്ല. ഇതൊരു കൂട്ടം മാത്രമാണ്. ഇതുപോലെ കൂടി ഇനി ഇതിനകത്തുനിന്ന് ആളുകൾ ഇപ്പോൾ ഇതേപോലെ കെട്ടുറപ്പോടുകൂടി ഭദ്രതയോടുകൂടി വന്നതാണ് ആം ആദ്മിൻ്റെ ജന്തർ മന്ദിർ ജൻ ലോക്പാൽ. അതിൽ നിന്ന് പിന്നെ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ കുറേ ആളുകൾക്ക് തോന്നി ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കാമെന്ന്. അവർ രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ചു. അതുപോലെ ഇതിനകത്ത് കുറേ കഴിയുമ്പോൾ ഭിന്നിപ്പുണ്ടാകും. സമരങ്ങൾ നീണ്ടുപോയി ആൾക്കൂട്ടത്തെ കാണുമ്പോഴേക്ക് ചില ആളുകൾക്ക് ഇതിൽ നിന്ന് മാറി ഒരു സംവിധാനം ഉണ്ടാക്കാൻ, രാഷ്ട്രീയം ഉണ്ടാക്കാമെന്ന് തോന്നും. അവരെന്നേരം അതിൻ്റെ ആശയപരമായ രാഷ്ട്രീയം ഉണ്ടാക്കും. ആ രാഷ്ട്രീയം ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതോ വലതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതോ ആകണം എന്നില്ല. ഇതേ ഈ ആൾക്കൂട്ടത്തെ കണ്ടിട്ട് അങ്ങനെയാണെങ്കിലും ബംഗാളിലും കേരളത്തിലൊക്കെ ഭരണം പോലും നേടേണ്ട ആ സാഹചര്യം ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തെ കണ്ടിട്ടാണ് വിലയിരുത്തുന്നതെങ്കിൽ. അപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെക്കേണ്ടത് തന്നെയാണ്. അതിനൊന്നും സംശയമൊന്നുമില്ല. ചോദ്യപേപ്പർ ചോർന്നത്, വിദ്യാർത്ഥികളുടെ ജീവിതം, പഠനത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇനി ഈ ഒരു പ്രശ്നം ധർമ്മേന്ദ്ര പ്രതാപ് രാജിവെച്ചാൽ തീരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചോദ്യപേപ്പർ ചോർന്നു, പരീക്ഷകൾ അട്ടിമറിച്ചു. ധർമ്മേന്ദ്ര പ്രതാപ് എന്ന് പറയുന്ന ഒരു മന്ത്രി മാത്രം രാജിവെച്ചാൽ തീരാവുന്ന വിഷയമാണോ? ഈ ഭരണം തന്നെ ഇവിടുന്ന് മാറണ്ടേ? ധർമ്മേന്ദ്ര പ്രതാപ് മാറിയാൽ അടുത്ത ഈ ഭരണകൂടം തന്നെയല്ല, പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറയാതെ എന്താ? ഇനി ധർമ്മേന്ദ്ര പ്രതാപ് മാത്രമാണോ ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കൂട്ടുനിന്നത്? അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരില്ലേ, അച്ചടിച്ച കേന്ദ്രം മുതൽ അത് വിതരണം ചെയ്ത ഉദ്യോഗസ്ഥന്മാരുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് എന്താ പറയാതെ? ധർമ്മേന്ദ്ര പ്രതാപ് രാജിവെക്കണമെന്ന്. ഇതേ അമേരിക്കയിൽ ചുഴലിക്കാറ്റ്, കേരളത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. ചുഴി കടലിൽ കേരളത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. കൊടുങ്കാറ്റും മഴയും ഇന്നൊക്കെ പറയുന്ന പോലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്. അത് നിങ്ങൾ പറയുന്നതും ശരി തന്നെയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ആ സിസ്റ്റം തന്നെ മാറ്റണം. കേരളത്തിൽ PSC പേപ്പറിൽ ചോർച്ച നടത്തിയിട്ടുണ്ട്, PSCയിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അതിനെതിരെയും ശക്തമായ സമരം വേണ്ടേ? അതും ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആവശ്യമാണെങ്കിലും ബി ജെ പിയെ എതിർക്കാൻ സി ജെ പി അല്ല, ഈ നാട്ടിലുള്ള ഇന്ത്യ മുന്നണിക്ക് പറ്റൂലേ? അപ്പം നിങ്ങൾ ഇന്ത്യ മുന്നണിയും CPM അതുപോലെ തന്നെ കോൺഗ്രസും സമ്മതിക്കുകയാണോ നമുക്കിതിനൊന്നും കഴിവില്ല, ഇവർക്ക് ഈ
പറയുന്ന ജൽസി പിള്ളേർക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ എന്നാണോ? ഇതിനൊരു അത് മറ്റുള്ള ഈ നാട്ടിൽ പ്രവർത്തിച്ചു വന്ന രാഷ്ട്രീയക്കാർ അവരുടെ എന്താ പറയുന്നത് പരാജയം സമ്മതിക്കലാണ് CJP പിന്തുണക്കുന്നു എന്ന് പറയുന്നത്. ഒരു കൂട്ടത്തെ പിന്തുണക്കുന്നതും അവർ നടത്തുന്ന അക്രമത്തിനും അവർ നടത്തുന്ന കോലാഹലങ്ങൾക്കും പിന്തുണ കൊടുക്കുന്നത് നിങ്ങൾ പരാജയമാണെന്ന് സമ്മതിക്കുക. പക്ഷേ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതും ഇപ്പോൾ കോൺഗ്രസും അവരും മോദിയുടെ വീട്ടിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നതും അംഗീകരിക്കേണ്ടതാണ്. അതിന് പിന്തുണക്കണം. അപ്പോൾ അതുകൊണ്ട് BJP എതിർക്കേണ്ടത് CJP കൊണ്ടല്ല, BJP എതിർക്കേണ്ടത് CPMന് കഴിയും. CPMന് അത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്സിന് കഴിയും, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും. അവരാണ് BJP എതിർക്കേണ്ടത്. പാർലമെൻറ്റിലാണ് BJP എതിർക്കേണ്ടത്. പാർലമെൻറ്റ് സഭക്കുള്ളിൽ BJP എതിർക്കുന്നു. ജനറൽ മന്ദിറിൽ തന്നെ ഇന്ത്യ മുന്നണി ഒരു സമരം, അതിന് ഇവരെ ഒന്നിക്കണ്ടേ അല്ലേ? ഒന്നിച്ചാലും ഉള്ള രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസും CPMും CPIയും ലീഗും ഉണ്ടല്ലോ, അവരെതിർക്കുക. അല്ലാതെ ഞാൻ BJP ആയതുകൊണ്ടല്ല. BJP എതിർക്കാൻ CJP അല്ല വേണ്ടത്. BJP എതിർക്കാൻ CJP അല്ല, കോക്രാച്ചി അല്ല, പാറ്റകളല്ല ആർജവത്തോടെ BJP എതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് വേണ്ടത്. അല്ലാത്തൊരു പൊടുന്നനെ വന്ന ഒരാൾക്കൂട്ടമല്ല. അതുകൊണ്ട് ഞാൻ BJP അല്ല, ഇത് ശരി